നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ലോകം മുഴുവൻ ഈ വിരൽത്തുമ്പിലാണല്ലോ, അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതേ വിരൽത്തുമ്പിൽ നമുക്കായി ഒരുപാട് കെണികളും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ തട്ടിപ്പുകളെ നമ്മളെങ്ങനെ തിരിച്ചറിയും, അതിൽ വീഴാതെ എങ്ങനെ സ്വയം രക്ഷിക്കും? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇതിനെക്കുറിച്ചാണ്. ഇതൊരു തരം ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽ കൂടിയാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഇത് മുന്നിൽ വരുന്നത്. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ, എല്ലാ മാസവും 10,000 രൂപ കിട്ടും. കൊള്ളാലോ, അല്ലേ? ഒറ്റനോട്ടത്തിൽ ആർക്കായാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ഒന്നായിരിക്കും: പ്രമേഹത്തിന് 100% ഗ്യാരണ്ടി തരുന്ന പച്ചമരുന്ന്. നമ്മുടെയൊക്കെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ അസുഖങ്ങളെ മുതലെടുക്കുന്ന തരം പരസ്യങ്ങൾ. ഒരു നിമിഷത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു പോകും, ഒരുപക്ഷെ ഇതൊരു അത്ഭുതം സംഭവിച്ചാലോ എന്ന്. ഇനി വേറൊരു ടൈപ്പ് നോക്കാം. ഒരു പുതിയ AC വെറും 1500 രൂപയ്ക്ക്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു ഡീല്. നമ്മുടെ മനസ്സിൽ അപ്പം തന്നെ ഒരു ചിന്ത വരും, ഛേ, ഇത്രയും വലിയൊരു ഓഫർ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ഇനി ഇതുകൂടി നോക്കൂ. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ പുതിയ സിനിമകളെല്ലാം ഫ്രീ ആയിട്ട് കാണാം. ഫ്രീ സിനിമകൾ, ഫ്രീ ഓഫറുകൾ ഒരു ക്ലിക്കിൽ കിട്ടുമെങ്കിൽ ആരാ വേണ്ടെന്ന് വയ്ക്കുക, അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ഈ ഓഫറുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാലെന്താ എന്ന ആ ഒരൊറ്റ ചിന്തയാണ് പലപ്പോഴും നമ്മളെ വലിയ കുഴപ്പങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ശരി, അപ്പോൾ എന്താണ് ഈ തിളങ്ങുന്ന വാഗ്ദാനങ്ങൾക്ക് പിന്നിലുള്ള സത്യം? നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇതൊന്ന് പരിശോധിക്കാം. വളരെ ആകർഷകമായി തോന്നുന്ന ഈ പോസ്റ്റുകളുണ്ടല്ലോ, ഇവയെല്ലാം സത്യത്തിൽ ഡിജിറ്റൽ കെണികളാണ്. നമ്മുടെ പണമോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വിവരങ്ങളോ തട്ടിയെടുക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായി ഡിസൈൻ ചെയ്ത കെണികൾ. അവിടെയാണ് നമ്മുടെ റോള് വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെയൊരു പോസ്റ്റ് കാണുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാതെ അത് ഷെയർ ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മളും അറിയാതെ ഈ തട്ടിപ്പിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. പക്ഷെ ഒരല്പം ശ്രദ്ധിച്ചാൽ മതി, ആ തട്ടിപ്പിൻ്റെ ശൃംഖല നമുക്ക് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചെറിയാൻ പറ്റും. അപ്പോൾ തീരുമാനം നമ്മളേതാണ്, അല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇത്തരം തട്ടിപ്പുകളിൽ വീണുപോകുന്നതെന്ന്? ഇതിനു പിന്നിൽ ഒരു സൈക്കോളജിയുണ്ട്. നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ചില ചെറിയ ദൗർബല്യങ്ങളെയാണ് ഈ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. അവര് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ 2 വികാരങ്ങളെയാണ്. ഒന്നാമത്തത് അത്യാഗ്രഹം, അതായത് എളുപ്പത്തിൽ കുറച്ച് പണമുണ്ടാക്കാനുള്ള നമ്മുടെയൊക്കെ ആഗ്രഹം. രണ്ടാമത്തത് നമ്മുടെ നിഷ്കളങ്കത അല്ലെങ്കിൽ പ്രതീക്ഷ. ഒരുപക്ഷെ ഇത് സത്യമായാലോ എന്ന ഒരു ചെറിയ തോന്നലുണ്ടാവുമല്ലോ, ആ തോന്നൽ. കറക്റ്റ് ഈ 2 പോയിന്റിലാണ് അവരവരുടെ ചൂണ്ടയിടുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം? നമ്മൾ സ്വയം രക്ഷിക്കാൻ എന്തു ചെയ്യണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമുണ്ട്, ഒരു സുവർണ നിയമം. ഇതുമാത്രം ഓർത്തുവെച്ചാൽ മതി. ഇതാണ് ആ ഗോൾഡൻ റൂൾ. ഒരു കാര്യം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും നല്ലതാണെന്ന് തോന്നുമെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് മിക്കവാറും സത്യമായിരിക്കില്ല. ഈ ഒരൊറ്റ ചിന്ത മനസ്സിൽ വെച്ചാൽ മതി, പകുതി പ്രശ്നങ്ങളും അവിടെ തീരും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്, പക്ഷേ ഏറ്റവും പവർഫുള്ളും ഇതുതന്നെയാണ്. ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് ഒരൊറ്റ നിമിഷം ഒന്ന് നിർത്തുക. ആ ഒരൊറ്റ നിമിഷത്തെ ചിന്ത മതിയാവും നിങ്ങളെ രക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് സംശയം തോന്നുന്ന ഒരു പോസ്റ്റ് കണ്ടാൽ ഒരു 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് എങ്ങനെ അത് പരിശോധിക്കാം? അതിനൊരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നമ്മുടെയൊക്കെ ഡിജിറ്റൽ ലൈഫിൽ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു വലിയ സ്കില്ലാണ്. ഒരു സംശയമുള്ള പോസ്റ്റ് കണ്ടാൽ ഈ 3 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. സ്റ്റെപ്പ് 1, അവരൊരു വ്യാജ തിടുക്കമുണ്ടാക്കുന്നുണ്ടോയെന്ന് നോക്കുക. ഓഫർ 24 മണിക്കൂറിനുള്ളിൽ തീരും, ഇന്നു മാത്രം എന്നൊക്കെ കാണില്ലേ, അതാണ്. സ്റ്റെപ്പ് 2, അതിൽ പ്രകടമായ തെറ്റുകളുണ്ടോ? അക്ഷരത്തെറ്റുകൾ, അല്ലെങ്കിൽ വായിക്കാനൊരു ഒഴുക്കില്ലാത്ത വാക്യങ്ങൾ, അതുമല്ലെങ്കിൽ മുഴുവൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. ഒരു പ്രൊഫഷണൽ കമ്പനി ഇങ്ങനെ തെറ്റുകൾ വരുത്താൻ സാധ്യത കുറവാണ്. ഇനി 3ാമത്തെ സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക. ഒന്ന് ചിന്തിക്കുക. നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. പണമുണ്ടാക്കാൻ ഇത്ര എളുപ്പമുള്ളൊരു വഴിയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച ആൾ രഹസ്യമായി വെക്കാതെ ഇങ്ങനെ ഓൺലൈനിൽ എല്ലാവർക്കുമായി പറഞ്ഞു കൊടുക്കുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? സാധ്യത വളരെ കുറവല്ലേ? ഇനി ആ മരുന്നിന്റെ കാര്യമെടുക്കാം. പ്രമേഹം പോലൊരു അസുഖത്തിന് ഒരത്ഭുതമരുന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അത് വലിയൊരു വാർത്തയാവില്ലേ? ആശുപത്രികളൊക്കെ അത് രോഗികൾക്ക് കൊടുക്കില്ലേ? അല്ലാതെ ഇങ്ങനെ രഹസ്യമായി ഓൺലൈനിൽ വിൽക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു കോണില് ചെറിയൊരു സംശയം ബാക്കി കിടക്കുന്നുണ്ടാവും. വാട്ട് ഇഫ്, ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിലോ എന്ന്. ആ സംശയത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിച്ചാൽ മതി.
ഇതിനെവിടെയാണ് തെളിവ്? വിശ്വസിക്കാൻ പറ്റുന്ന എന്ത് തെളിവാണ് അവരുടെ കയ്യിലുള്ളത്? ഒന്നുമില്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകൾ മാത്രമാണ്. അപ്പോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെറുമൊരു ടിപ്പ് മാത്രമല്ല, ഇത് ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമുള്ള ഒരു കഴിവാണ്. കാരണം ഈ ഡിജിറ്റൽ ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എപ്പോഴും ഒരു ഇരയായി മാറുന്നതിനു പകരം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു കാവൽക്കാരനായി മാറാം. എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, ആ 30 സെക്കൻഡ്, വെറും 30 സെക്കൻഡ് മതി. ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടുനിൽക്കുന്ന മാനസിക വിഷമത്തിൽ നിന്നും പൈസ നഷ്ടപ്പെടുന്നതിൽ നിന്നുമൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ ആ 30 സെക്കൻഡ് നേരത്തെ ഒരു ചിന്ത മാത്രം മതി. അതുകൊണ്ട് അതൊരു മികച്ച ടൈം ഇൻവെസ്റ്റ്മെന്റാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്നാമതായി, എപ്പോഴും കോമൺ സെൻസ് ഉപയോഗിക്കുക. രണ്ടാമത്, എന്ത് കണ്ടാലും വിശ്വസിക്കുന്നതിന് മുൻപ് ഒന്ന് വെരിഫൈ ചെയ്യുക. മൂന്നാമത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, പാസ്വേഡ് പോലുള്ള പേഴ്സണൽ വിവരങ്ങൾ ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക. ഓർക്കുക, ഇത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ഡിജിറ്റൽ സർക്കിളിലുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളുടെ ഒരു ചെറിയ ജാഗ്രത മതി നിങ്ങളുടെ സുഹൃത്തുക്കളെയും വീട്ടുകാരെയുമൊക്കെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ. നിങ്ങൾ ഒരു തട്ടിപ്പിൽ വീഴാതിരിക്കുമ്പോൾ ആ തട്ടിപ്പിന്റെ ശൃംഖലയെ നിങ്ങൾ അവിടെ വെച്ച് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഡിജിറ്റൽ സർക്കിളിൽ ആരൊക്കെയാണുള്ളത്? അവരെയെല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടിയൊരു ഉത്തരവാദിത്വമല്ലേ?